ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബ്രസീലിയൻ താരങ്ങൾ തിളങ്ങിയ ഒരു ദിവസമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാവോ പെഡ്രോ ഗോൾ നേടി എന്നുള്ളതാണ്. അതായത് ഇന്നലെ ചെൽസി ടോട്ടൻഹാമിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയപ്പോൾ അവിടെ വിജയ ഗോൾ നേടിയത് ജാവോ പെഡ്രോയാണ്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിലാണ് ജാവോ പെഡ്രോ ഈ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് 7 മത്സരങ്ങൾക്ക് ശേഷമാണ് പെഡ്രോ ഇപ്പോൾ ഗോൾ കണ്ടെത്തുന്നത്. ഗോൾ വരൾച്ചയ്ക്ക് വിരാമമിടാൻ, ആ ഒരു സ്ട്രീക്കിന് അറുതി വരുത്താൻ ഇപ്പോൾ ജാവോ പെഡ്രോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും ആരാധകർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതേസമയം കാസമിറോയും ഗബ്രിയേൽ മഗല്ലസും തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ഇന്നലെ പ്രീമിയർ ലീഗിൽ നോട്ടിംഗ്ഹാമിനോട് യുണൈറ്റഡ് സമനില വഴങ്ങിയിരുന്നു. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ യുണൈറ്റഡിന്റെ ആദ്യ ഗോൾ നേടിയത് മറ്റാരുമല്ല, കാസമിറോ തന്നെയാണ്. തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തെടുക്കുന്നത്. അതായത് അവസാനമായി കളിച്ച 7 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഈ ഒരു മധ്യനിര താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 5 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഒരു പഴയ മികവിലേക്ക് ഇപ്പോൾ കാസമിറോ തിരിച്ചു വരികയാണ്. അത് തീർച്ചയായും യുണൈറ്റഡിനും ബ്രസീലിനും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ബ്രസീലിന്റെ സെന്റർ ബാക്ക് ആയ ഗബ്രിയേൽ മഗല്ലസും ഇന്നലെ തിളങ്ങിയിട്ടുണ്ട്. അതായത് ഇന്നലെ ആഴ്സണൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു വിജയം സ്വന്തമാക്കിയിരുന്നത്. എതിരാളികൾ ബേൺലി ആയിരുന്നു. ആ മത്സരത്തിൽ ഗ്യോക്കേഴ്സ് നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയത് ഗബ്രിയേൽ മഗല്ലസ് ആണ്. ഈ സെന്റർ ബാക്ക് ഇപ്പോൾ ആക്രമണത്തിലും ടീമിനെ സഹായിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ആഴ്സണലിന് വേണ്ടി അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 4 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഇപ്പോൾ ഗബ്രിയേൽ മഗല്ലസിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഡിഫൻസിൽ മാത്രമല്ല, മുന്നേറ്റ നിരയിലും അഥവാ ആക്രമണത്തിലും തൻ്റെതായ നല്ല രൂപത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു ബ്രസീലിയൻ താരം നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ബ്രസീലിയൻ ആരാധകർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.